നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഹമ്മദാബാദിൽ ഹിന്ദു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ എയ്ഡ്സ് ബാധിതനായ അബ്ദുൾ ഹമീദ് ഖാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അബ്ദുൾ മുബീൻ ഹമീദ് ഖാൻ പത്താൻ എന്ന പ്രതി 10 മാസം മുമ്പ് ഇരയെ തട്ടിക്കൊണ്ടുപോയി വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പലതവണ പീഡിപ്പിക്കുകയാണ് ഉണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. ക്രൈംബ്രാഞ്ചിന്റെ കണക്കനുസരിച്ച് 10 വർഷമായി എയ്ഡ്സ് ബാധിച്ചിട്ടും കഴിഞ്ഞ 12 വർഷത്തിനിടെ വ്യത്യസ്ത സമയങ്ങളിലായി 6-ലധികം പെൺകുട്ടികളെ പ്രണയക്കെണിയിൽ കുടുക്കി പ്രതി ചൂഷണം ചെയ്തിട്ടുണ്ട്. മധ്യപ്രദേശിൽ നിന്നുമാണ് ഇയാളെയും ഹിന്ദു പെൺകുട്ടിയെയും കണ്ടെത്തുന്നത്. 2024 മാർച്ചിൽ അബ്ദുൾ മുബീൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായി അന്വേഷണത്തിൽ വ്യക്തമായി. 2024 മാർച്ച് 22-ന് സാഗിര ഷാഹിബാഗ് എന്ന സ്ഥലത്ത് ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പെൺകുട്ടി പോയിരുന്നു. തുടർന്ന് ആ രാത്രി 8 മണിയോടെ പെൺകുട്ടി അപ്രത്യക്ഷയായി. കുടുംബം അന്വേഷിച്ചെങ്കിലും പെൺകുട്ടിയെ കണ്ടെത്താനായില്ല. തുടർന്ന് അവർ പോലീസിനെ സമീപിച്ചു. അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചു. 3 മാസത്തെ തുടർച്ചയായ അന്വേഷണത്തിന് ശേഷവും പെൺകുട്ടിയെക്കുറിച്ച് പോലീസിന് ഒരു വിവരവും ശേഖരിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് കേസ് അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ചിന്റെ മനുഷ്യക്കടത്ത് വിരുദ്ധ വിഭാഗത്തിന് കൈമാറി. ഇതേസമയം ഹിന്ദു പെൺകുട്ടിയുടെ കുടുംബവും ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ച് ഗുജറാത്തിന് പുറത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. 2025 ഫെബ്രുവരിയിൽ കാണാതായ പെൺകുട്ടിയും പ്രതിയായ അബ്ദുള്ളും മധ്യപ്രദേശിലെ ബിജോറിയിലാണെന്ന് സൂചിപ്പിക്കുന്ന നിർണായക സൂചന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി അബ്ദുള്ളിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ദേശീയ മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് അബ്ദുൾ പെൺകുട്ടിയെ ബന്ദിയാക്കിയിരുന്നു. ഭക്ഷണം പോലും നിഷേധിച്ചിരുന്നു. അതേസമയം നിലവിൽ അയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് നേടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പിതാവിന്റെ വ്യാപാര സ്ഥലത്തിന് സമീപവും പ്രതി വ്യാപാരം നടത്തിയിരുന്നതായി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കുടുംബവുമായി കൂടുതൽ അടുക്കുന്നതിലൂടെ പ്രതി അവളുടെ വീട് സന്ദർശിക്കാനും സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കാനും തുടങ്ങി. അതിനുശേഷം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അയാൾ ആകർഷിക്കുകയും കുട്ടിയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് ഒരു പ്രണയക്കെണിയിൽ കുടുക്കുകയും ചെയ്തു. മുൻപ് 6 പെൺകുട്ടികളെ ചൂഷണം ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. പ്രതിക്ക് തന്റെ HIV പോസിറ്റീവ് നിലയെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും ഹിന്ദു പെൺകുട്ടികളെ ഇയാൾ മനഃപൂർവ്വം വേട്ടയാടിയെന്നാണ് പോലീസ് പറയുന്നത്. ഈ പെൺകുട്ടികളെ കണ്ടെത്താൻ പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. എയ്ഡ്സ് ബാധിതരായ പ്രതിയെ അറസ്റ്റ് ചെയ്ത ശേഷം അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ചിലെ മനുഷ്യക്കടത്ത് വിരുദ്ധ യൂണിറ്റ് പ്രതിയുടെ കസ്റ്റഡി ഷാഹിബാഗ് പോലീസിന് കൈമാറും. പ്രതിക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് അറിയാമായിരുന്നു. പിന്നെ എന്തുദ്ദേശത്തോടെയാണ് ഇയാൾ 6-ൽ കൂടുതൽ പെൺകുട്ടികളെ പ്രണയിച്ച് കുടുക്കിലാക്കി ചൂഷണം ചെയ്തത്? ഈ ദിശയിലും പോലീസ് അന്വേഷണം നടത്തും.